എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പഴയകാല നാടൻ കറിയാണ്. നല്ല ചൂട് ചോറിൻ്റെ ഒക്കെ കൂടി ഒഴിച്ചു കൂട്ടാനായിട്ടോ തൊടുകറിയായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നാടൻ മുളകേഷ്യമാണ്. അപ്പം മുളകേഷ്യം നമ്മൾ പല രീതിയിൽ തയ്യാറാക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ പണ്ട് കാലങ്ങളിൽ ട്രഡീഷണൽ ആയിട്ട് തയ്യാറാക്കിയിരുന്ന ആ ഒരു റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങൾക്ക് എൻ്റെ ഒരു റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുളകേഷ്യം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള ചേനയാണ്. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സാധാരണയായിട്ട് മുളകേഷ്യത്തിൽ കുമ്പളങ്ങ, അതുപോലെ തന്നെ മത്തങ്ങ, പിന്നെ ചക്കക്കുരു ഇതൊക്കെ ചേർത്തിട്ട് മുളകേഷ്യം തയ്യാറാക്കാറുണ്ട്. അതുപോലെ തന്നെ മുളകേഷ്യത്തിന് കൊഴുപ്പ് കിട്ടാനായിട്ട് പരിപ്പ് വേവിച്ച് ചേർക്കാറുണ്ട്, പിന്നെ അതുപോലെ തേങ്ങ അരച്ച് ചേർക്കാറുണ്ട്. പക്ഷെ എന്നാൽ ട്രഡീഷണൽ ആയിട്ടുള്ള മുളകേഷ്യത്തിൽ ചേനയും വാഴയ്ക്കയാണ് നമ്മൾ കഷ്ണങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് കൊഴുപ്പ് കിട്ടാനായിട്ട് പരിപ്പ് വേവിച്ച് ചേർക്കുകയോ അല്ലെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കുകയോ ഒന്നും ചെയ്യാറില്ല. നമ്മുടെ ആ ഒരു കഷ്ണങ്ങളൊക്കെ വെന്ത് ഉടഞ്ഞ് വരുമ്പോഴത്തേക്കും തന്നെ മുളകേഷ്യം നല്ലപോലെ കൊഴുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു രീതിയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു ചേന അരിയുന്ന സമയത്ത് കൈ ചൊറിയുവാണെന്ന് വരിയിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തേച്ചതിന് ശേഷം അരിഞ്ഞെടുത്താൽ മതി. പിന്നെ ചേന വേഗം ഇടുമ്പോഴത്തേക്ക് ആ ഒരു ചൊറിച്ചിൽ മാറുന്നതാണ് കേട്ടോ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചേന ചൊറിച്ചിലൊന്നുമില്ല, ഞാൻ അതുകൊണ്ട് കയ്യിൽ എണ്ണയൊന്നും തേച്ചിട്ടില്ല. അപ്പോൾ ചേനയെല്ലാം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസസ് ആയിട്ട് തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ, കുഴപ്പമില്ല. നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് വാഴയ്ക്കയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വാഴയ്ക്കയും ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു കളറൊന്നും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ വാഴയ്ക്കയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 പച്ചമുളകാണ്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടാതെ 1 ടീസ്പൂൺ അളവിൽ ജീരകപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സാധാരണ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കുരുമുളക് പൊടിയോ ജീരകപ്പൊടിയോ ഇല്ല എന്ന് വരികിൽ മുഴുവനോട് കൂടിയുള്ള കുരുമുളകും ജീരകവും കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി മിക്സിയിൽ പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും, അല്ലെങ്കിൽ നല്ലപോലെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കഷ്ണങ്ങളൊക്കെ വേകാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിവിടെ കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുമ്പോഴത്തേക്കും സ്റ്റവ് ഓഫാക്കാം. പിന്നെ വിസിലിൻ്റെ എണ്ണമൊക്കെ നമ്മൾ എടുക്കുന്ന ചേനയുടെയൊക്കെ വേവിനനുസരിച്ച് മാറ്റം വരാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ചേന പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു 2 വിസിൽ വന്നാൽ മതിയാകും. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 വിസിൽ വന്നതിന് ശേഷം ഒരു 10-20 മിനിറ്റ് കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് മാറാനായിട്ട് മാറ്റി വെച്ചിരുന്നു. അതിനുശേഷമാണ് ഞാനിത് തുറന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം നമുക്കൊന്ന് ഉടച്ചെടുക്കാം. തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മാഷർ ഉപയോഗിച്ചോ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഒരുപാട് അങ്ങനെ ഉടയ്ക്കേണ്ട, കുറച്ച് ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ നമുക്ക് കടിക്കാനും കൂടെ കിട്ടണം, ആ ഒരു രീതിയിൽ ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് ഉടയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചെറുതായിട്ടൊരു തിളയൊക്കെ വരുന്നുണ്ട്, കണ്ടില്ലേ? നമ്മുടെ മുളകേഷ്യയെല്ലാം നല്ലപോലെ ഒന്ന് കൊഴുത്ത് വന്നിട്ടുണ്ട്. ആ ഒരു കഷ്ണങ്ങളെല്ലാം ഉടച്ചപ്പോൾ തന്നെ നല്ലപോലെ ഒന്ന് കൊഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ യഥാർത്ഥ മുളകേഷ്യം എന്ന് പറയുന്നത്. നമ്മളിതിലേക്ക് പരിപ്പോ അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കോ ഒന്നും ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ ഞാനിവിടെ ലാസ്റ്റ് ഒന്ന് താളിച്ച് ചേർക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്ക്ക് പകരം വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെയ്യെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുകെല്ലാം നല്ലപോലെ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ
തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങയെല്ലാം ഇതുപോലെ നെയ്യിൽ വറുത്ത് ചേർക്കുമ്പോൾ നമ്മുടെ മുളകേഷ്യത്തിന് നല്ലൊരു സ്വാദ് കിട്ടും. പിന്നെ ഈ ഒരു മുളകേഷ്യം വന്നിട്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് നെയ്യും അതുപോലെ തന്നെ ഈ ഒരു മുളകേഷ്യവും ഒരു കണ്ണിമാങ്ങ അച്ചാറും കൂടി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട്. ഇത്ര ടേസ്റ്റിയാണ്. പണ്ട് കാലങ്ങളിൽ കർക്കിടക മാസത്തിൽ മിക്ക വീടുകളിലും സ്ഥിരമായിട്ട് ഉണ്ടാക്കിയിരുന്ന കറികളിൽ ഒന്നാണ് മുളകേഷ്യം എന്ന് പറയുന്നത്. കർക്കിടക മാസത്തിൽ മാത്രമല്ല കേട്ടോ, അല്ലാണ്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതാ തേങ്ങയെല്ലാം ഏകദേശം ഒന്ന് ആയി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു തേങ്ങയെല്ലാം നല്ലപോലെ ഒന്ന് വറുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ മുളകേഷ്യത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വറവ് ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ പാത്രം അടച്ചു വെക്കണം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറക്കുവാണെന്ന് വരികിൽ നല്ലൊരു മണമൊക്കെ കിട്ടും. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുളകേഷ്യം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.